ഹായ് ഗൈസ്, മാസ്റ്ററിംഗ് ദി പ്രിലിംസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആസ്പിറൻസ് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സെഷനാണ്. പലപ്പോഴും നമുക്ക് ഒരു ആസ്പിറന്റ് ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വായിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ലോജിക്സ് പിക്ക് ചെയ്യേണ്ടതെന്നോ അറിയാൻ പറ്റാറില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലാരിറ്റി വരുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ സെഷന്റെ ഉദ്ദേശം. അപ്പൊ നമ്മൾ ഇതിനകത്ത് പ്രീവിയസ് ഇയർ UPSC ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഓരോ ചോദ്യങ്ങളും പലതരം ഡിഫിക്കൽട്ടി ലെവൽസിലുള്ളതാവാം. ഈസി ആകാം, ഡിഫിക്കൽട്ട് ആവാം, മോഡറേറ്റ്ലി ഡിഫിക്കൽട്ടും ആകാം. എല്ലാ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും പിക്ക് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രാക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് സാവന്ന വെജിറ്റേഷൻ. അപ്പോൾ സാവന്ന എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സാവന്ന ഗ്രാസ് ലാൻഡ് ആണ്. ഗ്രാസ് ലാൻഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ലെറ്റ്സ് റീഡ് ദി ക്വസ്റ്റ്യൻ ഫസ്റ്റ്. വായിക്കുമ്പോൾ തന്നെ എന്തൊക്കെ വേർഡ്സ് പിക്ക് ചെയ്യണം എന്ന് കൂടി ഞാൻ പറയാം. ദി വെജിറ്റേഷൻ ഓഫ് സാവന കൺസിസ്റ്റ് ഓഫ് ഗ്രാസ് ലാൻഡ് വിത്ത് സ്കാറ്റേർഡ് സ്മോൾ ട്രീസ്. ചെറിയ ചെടികളെ ഉള്ളൂ, അതും വളരെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്നതാണ്. ബട്ട് എക്സ്റ്റെൻസീവ് ഏരിയസ് ഹാവ് നോ ട്രീസ്. കൂടുതൽ ഭാഗങ്ങളിൽ മരങ്ങളെ ഇല്ല. എക്സ്റ്റെൻസീവ്ലി മരങ്ങളെ ഇല്ല. ദി ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഇൻ സച്ച് ഏരിയാസ് ഇസ് ജനറലി kept in check by one or more or a combination of some conditions. Which of the following are such conditions? അതായത് സാവന്നയിൽ ഒരു സാവന്ന എന്ന് പറയുന്ന ഗ്രാസ് ലാൻഡ് ഒരു കാട് ആയി മാറാതിരിക്കാൻ എന്തൊക്കെ തരം സംവിധാനങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ചെക്സ് ആൻഡ് ബാലൻസസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് സാവന്ന എന്ന് പറയുന്ന പശ്ചാത്തലം, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക ആദ്യം. അങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? നല്ല ഗ്രാസ് ലാൻഡ് ആണ് കാണുന്നത്. ഒരു പച്ചപ്പും ഇടയ്ക്കിടയ്ക്ക് ഉണങ്ങിയ പുല്ലും ഒക്കെ ഉള്ള ഒരു സ്ഥലം. മരങ്ങൾ അവിടെ ഉള്ളൂ. നമ്മൾ സാവന്നാസിനെ പാർക്ക് ലാൻഡ് ടോപ്പോഗ്രഫി എന്ന് പറയാറുണ്ട്. പാർക്ക് ലാൻഡ് ടോപ്പോഗ്രഫി, ഒരു പാർക്ക് പോലെ ഇരിക്കും. അപ്പൊ അതാണ് സാവന്ന. സാവന്നയിൽ നിങ്ങൾക്ക് ഇപ്പൊ പശ്ചാത്തലം മനസ്സിലായല്ലോ. സാവന്നയിലെ മേജർ അനിമൽസ് ആണ് ലയൺ, അതുപോലെ സീബ്ര ഒക്കെ അവിടുത്തെ മേജർ അനിമൽസ് ആണ്. വൈൽഡ് ഓക്സ്, അതുപോലെ നമ്മുടെ വൈൽഡ് ബീസ്റ്റ് എന്നൊക്കെ പറയുന്ന ആനിമൽസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ് സാവന്നാസ് ഉള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ബേസിക് ഇൻഫർമേഷൻ വിച്ച് an aspirant should know. അതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ തന്നിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ആദ്യം നോക്കാം. ഫയർ എലിമിനേറ്റ് ചെയ്യാൻ കഴിയുമോ? കാട്ടുതീ എന്തായാലും നമുക്ക് അറിയാം ഉണ്ടെന്ന്. സോ ഫയർ ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. ഫയർ ഓൾവേസ് ബാലൻസസ് ദി എക്കോസിസ്റ്റം. അതായത് ഒരു എക്കോസിസ്റ്റത്തിൽ എന്തെങ്കിലും തരം അസുഖങ്ങളുള്ള ചെടികൾ ഉണ്ടെങ്കിലോ, ഇൻവേസീവ് ആയിട്ടുള്ള സ്പീഷീസിന്റെ സ്പ്രെഡ് തടുക്കാനോ, അല്ലെങ്കിൽ ട്രീ ഗ്രോത്ത്, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ട്രീ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിനെ അറസ്റ്റ് ചെയ്യാനോ, വാട്ടർ ടേബിൾ ഡിപ്ലീറ്റ് ചെയ്യുന്ന വലിയ മരങ്ങൾ ഉണ്ടെങ്കിൽ അവയെ നശിപ്പിക്കാനോ, ഇതിനൊക്കെ ആയിട്ടാണ് തീ ഒരു കൺട്രോളിംഗ് മെഷർ എന്ന് പറഞ്ഞാൽ കാറ്റിൽ ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഫയർ ഇസ് ഓൾവേസ് ദെയർ. ഫയർ എന്തായാലും ഉണ്ട്, നമുക്കറിയാം, തീ പിടിക്കാറുണ്ട്. സോ വി ക്യാൻ ചൂസ് ഫയർ ഫസ്റ്റ്. 2, ഗ്രേസിംഗ് ഹെർബിവോസ്. ഗ്രേസിംഗ് ഹെർബിവോസ് എന്താ അവസ്ഥ? ഉണ്ട്. കാട്ടിലാണെങ്കിൽ മാനുണ്ട്, വിച്ച് ആക്ച്വലി ഗ്രേസസ്, ഈ പുല്ല് തിന്നുള്ള ജീവിക്കുക. അപ്പൊ അവര് ഈ ചെടി പുല്ലിന്റെ അളവ് കൂടാതെ, ഹൈറ്റ് കൂടാതെ ബാലൻസ് ചെയ്യുന്ന സാധനമാണ്. മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇലകളൊക്കെ കഴിച്ച് അതിനെ ബാലൻസ് ഔട്ട് ചെയ്യും. ആ ഒരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിനെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ അവർ സഹായിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. സോ അടുത്തൊരു പാരാമീറ്റർ ആണ് റെയിൻഫോൾ. റെയിൻഫോള് ഡെസേർട്സിനേക്കാളും ഒരല്പം കൂടിയേ ഉള്ളൂ ഗ്രാസ് ലാൻഡിൽ. അപ്പോൾ മഴയുടെ അളവ് കുറവായതുകൊണ്ട് തന്നെ അതും ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വാട്ട് അബൌട്ട് സോയിൽ പ്രോപ്പർട്ടീസ്? ഒബിയസ്ലി ഗ്രോത്തിന് സോയിൽ പ്രോപ്പർട്ടീസ് വേണം, പക്ഷെ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു ചെക്കായിട്ട് വർക്ക് ചെയ്യുന്നില്ല. കാര്യം നല്ല മണ്ണ് തന്നെയാണ് അവിടെ ഉള്ളത്. അതും ഫോറസ്റ്റിനെ വേണമെങ്കിൽ ഗ്രോ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സോയിൽ പ്രോപ്പർട്ടീസ് ഒന്നും അല്ല അവിടുത്തെ ഫോറസ്റ്റ് ഡെവലപ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഇതുവരെ പറയാത്തൊരു സാധനം ഉണ്ട്. എന്താ? ഓപ്ഷൻ നമ്പർ 1 ഇതുണ്ടോ? ബറോവിങ് അനിമൽസും ആൻഡ് ടെർമൈറ്റ്സ് ഉണ്ടോ? ബറോവിങ് അനിമൽസ് എന്നല്ലേ നമ്മുടെ മുയൽ പോലെ, അല്ലെങ്കിൽ ഈ മാളം കുത്തി ജീവിക്കുന്ന ജീവജാലങ്ങളാണ് ബറോവിങ് അനിമൽസ്. ടെർമൈറ്റ്സിന്റെ മലയാളം നിങ്ങൾക്ക് അറിയാലോ, ചിതൽ എവിടെ കൂടുന്നത്? നനവുള്ള സ്ഥലത്താണ്, അല്ലെങ്കിൽ ഡെഡ് ആയിട്ട് കിടക്കുന്ന ട്രീസ്, ലോക്സ്, അതിന്റെയൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ചിതൽ കൂടുക. അപ്പൊ ചിതൽ ഉണ്ടാവണമെങ്കിൽ വാസ്റ്റ് ഏരിയ ചിതൽ അതിനെ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളുക, അവിടെ ട്രീയുടെ പ്രസൻസ് കൂടുതൽ വേണമല്ലോ. ഇവിടെ ട്രീ ഇല്ലാന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. സോ ദാറ്റ് അവിടെ ഡെഡ് ട്രീസിന്റെ അളവ് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിതലിന്റെ അളവും കുറവായിരിക്കും. സോ ചിതൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ
ഒന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിനെ കൺട്രോളിങ് മെഷറായിട്ട് വർക്ക് ചെയ്യില്ല. മറ്റൊരു കാര്യം, ഈ ചിതൽ എന്ന് പറയുന്ന സാധനമൊക്കെ ബേസിക്കലി പോറോസിറ്റി ഓഫ് ദി സോയിൽ ആൻഡ് എയറേഷൻ ഓഫ് ദി സോയിൽ കൂട്ടുന്ന സാധനങ്ങളാണ്, വിച്ച് ആക്ച്വലി എയ്ഡ്സ് ഇൻ ഫോറസ്റ്റ് ഗ്രോത്ത്. അപ്പോൾ ചിതല്, അതായത് ടെർമൈറ്റ്സ്, ബറോയിങ് ആനിമൽസ് ഒക്കെ ഉണ്ടെങ്കിൽ മണ്ണിനെ ലൂസാക്കുകയും മറ്റ് സീഡ്സിനെ കൊണ്ടിടുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവിടെ ട്രീ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊമോട്ടിംഗ് ഏജന്റും കൂടിയാണ്. ഫോറസ്റ്റിനെ ഉണ്ടാവാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏജന്റാണ്. സോ നമുക്ക് ഒരിക്കലും അത് ചൂസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ 1 and 2, 4 and 5, 2, 3 and 4, 1, 3 and 5 എന്നാണ് നമ്മുടെ ഓപ്ഷൻസ്. അതിൽ 1 ഉള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. 1, 3 and 5 പോയി, 1 and 2 പോയി. Now we are left with 4 and 5, 2, 3 and 4. അപ്പോൾ 4 and 5 ഉണ്ട്. 5 ഉണ്ടോ നോക്കൂ, 5ന് സാധ്യത കുറവാണ്. 2, 3 and 4 ഫയർ ഉണ്ട്, ഗ്രേസിംഗ് ഹെർബിവോർസ് ഉണ്ട്, സീസണൽ റെയിൻഫോൾ ഉണ്ട്. ഇത് മൂന്നും നമുക്ക് എടുക്കുന്നതിൽ തെറ്റില്ല. സോ ദി ബെസ്റ്റ് ആൻഡ് ദി സേഫസ്റ്റ് ഓപ്ഷൻ ഇസ് 2, 3 and 4. So the answer is 2, 3 and 4. So moving on to the next question. Consider the following statements. Moringa drumstick tree is a leguminous evergreen tree. Tamarind tree is endemic to South Asia. In India, most of the tamarind is collected as minor forest produce. India exports tamarind and seeds of moringa. Seeds of moringa and tamarind can be used in the production of biofuels. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അണ്ടർലൈൻ ചെയ്ത പോയിന്റ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ണ് വീഴേണ്ട സ്ഥലങ്ങളാണ്. ഇതിൽ വിൽ സ്റ്റാർട്ട് ഫ്രം ദി 5th ഓപ്ഷൻ. സീഡ്സ് ഓഫ് മുരിങ്ങ ആൻഡ് ടാമറിൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ബയോഫ്യൂൽസ്. മുരിങ്ങയില്ലേ, മുരിങ്ങയുടെയും ടാമറിൻ്റെ പുളി, ഈ 2 സാധനങ്ങളുടെയും സീഡ്സ് ബയോഫ്യൂൽസ് ആക്കാൻ പറ്റുന്ന പറഞ്ഞത്, ബയോഫ്യൂൽ പ്രൊഡക്ഷന് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് പറ്റില്ല? തീർച്ചയായിട്ടും പറ്റും. അത് പറ്റുമോ പറ്റില്ലെന്ന് നമ്മളിപ്പോൾ ചിന്തിക്കും, കണ്ടന്റ് വേണോ, എനിക്ക് അറിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വേണ്ട. യൂഷ്വലി ബയോഫ്യൂൽ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാനായിട്ട് പ്ലാന്റിന്റെ എക്സ്ട്രാക്റ്റോ പ്ലാന്റിന്റെ റിമൈൻസോ ഒക്കെയാണ് ഉപയോഗിക്കാറ്. പ്ലാന്റിന്റെ തന്നെ വേസ്റ്റോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി എന്ന് പറയുന്ന രീതിയിൽ ബയോഫ്യൂൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബൗണ്ടറി ഒന്നും വെക്കാൻ കഴിയില്ല. ഇത് മാത്രം പറ്റില്ല, ഈ പ്ലാന്റ് മാത്രം പറ്റില്ല എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. ഡെഫിനറ്റ്ലി പ്ലാന്റ്സിന്റെ ബേസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഹെൻസ് ഇങ്ങനത്തെ ഓപ്ഷൻസ് വരുമ്പോൾ യു ക്യാൻ ആക്ച്വലി അക്കോമഡേറ്റ് ദാറ്റ് ഇൻ യുവർ ആൻസർ. അത് അക്സെപ്റ്റ് ചെയ്യാം. യു ക്യാൻ ടേക്ക് ദറ്റ് ആൻസർ. ഇനി മറക്കരുത്, ഇങ്ങനെയുള്ള ലൂസ് എൻഡഡ് ആയിട്ടുള്ള ഓപ്പൺ എൻഡഡ് ഉള്ള കാര്യങ്ങൾ വന്നാൽ യു ക്യാൻ ആക്ച്വലി അക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ വിൽ ടേക്ക് ദാറ്റ്. ഓക്കെ. 2, ഇന്ത്യ എക്സ്പോർട്സ് ടാമറിൻഡ് ആൻഡ് സീഡ്സ് ഓഫ് മുരിങ്ങ. മുരിങ്ങയുടെ കുരുവും അതുപോലെ നമ്മുടെ പുളി ടാമറിൻഡും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഒത്തിരി അത് വളരുന്നുണ്ട്. സോ അത് നമുക്ക് എടുക്കാം. In India, most of the tamarind is collected as minor forest produce. MFP എന്ന് വെച്ചാൽ എന്താ? മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. നമ്മൾ കാട്ടിൽ നിന്ന് എടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ട്രൈഫെഡ് എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അതിലേക്ക് ഒത്തിരി പോകണ്ട. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ നമുക്ക് ആ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ഇവിടെ ആക്ച്വലി ആവശ്യമില്ല. എന്നാലും ഞാൻ പറഞ്ഞുതരാം. മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സിൽ നിന്ന് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. അവർക്ക് കാട്ടിനകത്ത് പോയി കളക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ലിസ്റ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന ടാമറിൻഡും ഒക്കെ, ബാംബു, അതുപോലെ തേന്, ഇതൊക്കെ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും കൺസിഡർ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അതവിടെ ഹോൾഡ് ചെയ്യാം. ടാമറിൻഡ് ട്രീസ് എൻഡമിക് ടു സൗത്ത് ഏഷ്യ. എൻഡമിസം എന്ന് പറഞ്ഞാൽ എന്ത്? എൻഡമിസം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റീജിയണിൽ മാത്രം കാണുന്ന, അവിടെ മാത്രം വളരുന്ന ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തെയാണ് എൻഡമിക് ഓർഗാനിസം എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, മലബാർ സിവറ്റ്, പെരുക് കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ മലബാർ റീജിയനിലുള്ള സാധനം മലബാർ സിവറ്റ്. അത് മലബാറിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് എൻഡമിക് ടു മലബാർ റീജിയൻ. സോ എൻഡമിസം മനസ്സിലായല്ലോ. എൻഡമിസം. ഈ പറയുന്ന പുളി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻഡമിക് ആണെന്ന്? അല്ല. ആക്ച്വലി ഇറ്റ്സ് ഹാവിംഗ് ആഫ്രിക്കൻ ഒറിജിൻ. ഇറ്റ് ഇസ് എൻഡമിക് ടു, ഇറ്റ് വാസ് വൺസ് ഫൗണ്ട് ഇൻ ആഫ്രിക്ക. പിൽക്കാലത്താണ് ഏഷ്യൻ റീജിയനിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ ഒത്തിരി നമുക്കുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് എൻഡമിക് ടു സൗത്ത് ഏഷ്യ, ഇറ്റ് ഇസ് എൻഡമിക് ടു ആഫ്രിക്ക. അപ്പൊ എൻഡമിക് ആണോ അല്ലയോ എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഇറ്റ് ഇസ് എൻഡമിക് എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ്സ് എൻഡമിക് ടു ആഫ്രിക്ക. ദിസ് ഇസ് ലിറ്റിൽ ബിറ്റ് പീസ് ഓഫ് കണ്ടന്റ് ഹിയർ. ഇവിടെ നോക്കൂ, മുരിങ്ക ഡ്രംസ്റ്റിക് ട്രീസ് ലെഗുമിനസ് എവർഗ്രീൻ ട്രീ. ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. മുരിങ്ങ തന്നെ പലതരം മുരിങ്ങയുണ്ട്. ഇവിടെ മാത്രമല്ല, US-ലും ഉണ്ട്, നമ്മുടെ ആഫ്രിക്കയിലും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്, ഏഷ്യൻ കൺട്രീസിലും ഒക്കെ ഉണ്ട് മുരിങ്ങ. മുരിങ്ങ 2 തരത്തിലുണ്ട്. എവർഗ്രീനും ഉണ്ട്, ട്രോപ്പിക്കലും ഉണ്ട്. ട്രോപ്പിക്കൽ ഡെസിഡിയസ് ആയിട്ടുള്ള മുരിങ്ങച്ചെടി ഇസ് ഒബ്വിയസ്ലി ഷുഡ് ബി ഇൻ ഇന്ത്യ, റൈറ്റ്? നിങ്ങൾ മുരിങ്ങച്ചെടി കണ്ടിട്ടുണ്ടാവല്ലോ. ചില സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇല പൊഴിച്ച് നിൽക്കുന്ന മുരിങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് ഇല പൊഴിയുന്ന
സീസണൽ ആയിട്ട് ഇല പൊഴിക്കുന്ന ചെടികളാണ് ഡെസിഡ്യൂസ് ട്രീസ് എന്ന് പറയുന്നത്, ഇല പൊഴിക്കുന്ന ചെടികൾ. സോ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു മുരിങ്ങ ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ യു മൈറ്റ് ഹാവ് ഒബ്സർവ്ഡ് ലീവ്സ് ഒക്കെ മഞ്ഞിച്ച് ഉണങ്ങി തറയിൽ വീഴുന്ന മുരിങ്ങച്ചെടി കാണാത്ത ആൾക്കാർ വളരെ വിരളമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, അത് ലെഗ്യുമിനസ് എവർഗ്രീൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാം. ടാമറിൻ ട്രീസ് എൻഡം ടു സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത് നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാം. വൈ? ബിക്കോസ് ഇറ്റ്സ് ആഫ്രിക്കൻ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നോക്കാം, ഒന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അപ്പൊ തന്നെ ആൻസർ കിട്ടി. ഒന്നില്ലാത്ത ഉത്തരം ആകെ ഉള്ളത് ബി മാത്രമേ ഉള്ളൂ. 3, 4 and 5. അതായത് ഇതും 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 ശരി. 1 and 2 is wrong. ഇത് ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എക്സ്പീരിയൻസ് മാത്രം മതിയായിരുന്നു ഇത് ക്രാക്ക് ചെയ്യാൻ. ഒന്ന് സങ്കല്പിച്ചാൽ മാത്രം മതിയായിരുന്നു. Question number 3. How is permaculture farming different from conventional chemical farming? Perma is related to permanent or without any disturbance, organic means എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥം നമുക്ക് കൽപ്പിക്കാം. പെർമനന്റ് ആയിട്ടൊരു സംഭവം. കൺവെൻഷണൽ ഫാർമിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി കൈൻഡ് ഓഫ് കെമിക്കൽ, റൈറ്റ്? കെമിക്കൽ ഫാർമിംഗ് ആണ്. നമ്മൾ കെമിക്കൽസിനെ ഇട്ടുകൊണ്ട് ഗ്രോ ചെയ്യിച്ചെടുക്കുന്ന പരിപാടിയാണ് കെമിക്കൽ ഫാർമിംഗ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, പെർമാകൾച്ചർ ഫാർമിംഗ് discourages monocultural practices, but in conventional chemical farming monoculture practices are predominant. Monocultural practices എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ക്രോപ്പിനെ മാത്രം വീണ്ടും 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 നമ്മൾ എന്ത് ചെയ്യാണ്? പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിച്ച് ദാറ്റ് കൺസെപ്റ്റ് ഇസ് കോൾഡ് മോണോകൾച്ചർ. മിക്സഡ് അല്ല, ഇന്റർക്രോപ്പിംഗ് അല്ല, മാറി മാറി ചെയ്യുന്നില്ല. ഒരു ക്രോപ്പ് തന്നെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി, അതാണ് മോണോക്രോപ്പിംഗ്. മോണോക്രോപ്പിംഗ് പ്രാക്ടീസസിനെ ഡിസ്കറേജ് ചെയ്യുമെന്ന് പറയുന്നത് പെർമാകൾച്ചർ. യെസ്, പെർമാകൾച്ചർ ക്യാൻ ഡു ദാറ്റ്. കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗിൽ മോണോകൾച്ചർ പ്രാക്ടീസ് ആർ പ്രിഡോമിനന്റ്. അതിലൊരു സംശയം വേണ്ട. നിങ്ങൾക്കറിയാലോ, ഗ്രീൻ റെവല്യൂഷന്റെ സമയം തൊട്ട് റൈസും വീറ്റും മാറി മാറി നമ്മൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കെമിക്കൽ ഫാമിംഗിന്റെ ഭാഗമാണ്. മോണോകൾച്ചർ പ്രാക്ടീസസ് കെമിക്കൽ ഫാമിംഗിൽ പ്രിഡോമിനന്റ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. സെക്കൻഡ് ഓപ്ഷൻ, കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് can cause increase in soil salinity, but the occurrence of such phenomenon is not observed in permaculture farming. Permaculture ഒരു ഓർഗാനിക് ലെവൽ ഓഫ് ഓർഗാനിക് എന്ന് പറയാൻ പറ്റില്ല. അധികം ലാൻഡിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വളമൊക്കെ ഇട്ട് കൊടുത്ത് നാച്ചുറൽ മീൻസിൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ പെർമാകൾച്ചറിൽ ഉപയോഗിക്കുന്നത്. അൺലൈക്ക് കെമിക്കൽ ഫാമിംഗ്. കെമിക്കൽ ഫാമിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ, കെമിക്കൽസ് ഇട്ടുകൊണ്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചുകൊണ്ട് നമ്മൾ അതിനൊരു ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്തത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ ഒരു സമയത്ത് ഇറിഗേഷൻ കനാൽസ് ഒക്കെ ഉണ്ടാക്കി ആ സിസ്റ്റം ഉണ്ടാക്കിയത് തന്നെ ഇന്ദിരാഗാന്ധി കനാലൊക്കെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെയുള്ള കനാൽ ഒക്കെ ഉണ്ടാക്കിയത് തന്നെ ബേസിക്കലി ഈ പറഞ്ഞ അഗ്രികൾച്ചർ സെക്ടർ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി കെമിക്കൽ ഫാമിങ്ങിന് ഈ പറയുന്ന വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളും വേണം. അപ്പോൾ വെള്ളത്തിന്റെ അംശം ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സോയിൽ സലൈനിറ്റി അഫക്റ്റ് ചെയ്യും. വെള്ളമൊക്കെ കെട്ടി നിർത്തി കഴിഞ്ഞാൽ ലീച്ചിങ് കാരണം സോയിൽ സലൈനിറ്റി സ്വാഭാവികമായിട്ടും പിന്നെ ഉണ്ടാവും. ഇന്നിപ്പോൾ പഞ്ചാബിലും ആ ഒരു നോർത്തേൺ ബെൽറ്റിലൊക്കെ സ്ഥിരം ആൾക്കാർ പറയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങളിലൊന്നാണ് സോയിൽ സലൈനിറ്റി. അന്നത്തെ കെമിക്കൽ ഫാമിങ്ങിന്റെ ബാക്കി പത്രമാണത്. നമുക്കറിയാം, ഇറ്റ് ക്യാൻ കോസ് ഇൻക്രീസ് ഇൻ സോയിൽ സലൈനിറ്റി, ദാറ്റ് ഇസ് ട്രൂ. പക്ഷേ പെർമാകൾച്ചർ പോലുള്ളൊരു എന്താണ് വളരെ നോർമൽ ആയിട്ടുള്ളൊരു രീതി അവലംബിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇഷ്യൂസ് ഉണ്ടാവില്ല. കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് ഈസ് ഈസിലി പോസിബിൾ ഇൻ സെമി അരിഡ് റീജിയൻസ്, ബട്ട് പെർമാകൾച്ചർ ഫാമിംഗ് ഈസ് നോട്ട് സോ ഈസിലി പോസിബിൾ ഇൻ സച്ച് റീജിയൻസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കെമിക്കൽ ആയിട്ടുള്ള ഫാമിംഗ് ആണ് സെമി അരിഡ് റീജിയൻസിൽ നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുക. പെർമാകൾച്ചർ ആണെങ്കിൽ ഇറ്റ്സ് റിലേറ്റീവ്ലി ഈസി. വൈ? ബിക്കോസ് ആ ലാൻഡിന് വേണ്ട സോയില്, ആ ലാൻഡിന് വേണ്ട തരം സീഡ്, ആ ലാൻഡിന് വേണ്ട തരത്തിലുള്ള ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആയിരിക്കും നമ്മളവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. മാത്രമല്ല അധികം കൂടുതൽ കെമിക്കൽസ് ഒന്നും ഇടാണ്ട് നാച്ചുറൽ ഇന്റർവെൻഷൻസിലൂടെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സോ ദാറ്റ് ഇസ് ആക്ച്വലി ഉൾട്ട, തിരിച്ച. കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് ഈസ് ഈസിലി പോസിബിൾ എന്ന് പറയുമ്പോൾ തെറ്റ്. ഇറ്റ്സ് നോട്ട് ഈസിലി പോസിബിൾ ഇൻ അരിഡ് റീജിയൻസ്. പെർമാകൾച്ചർ ഇസ് റിലേറ്റീവ്ലി ഈസി ഇൻ സെമി അരിഡ് റീജിയൻസ്. ഈ പറയുന്ന കെമിക്കൽ ആണെങ്കിൽ നമുക്ക് അവിടെ വെള്ളം കൊണ്ടുവരേണ്ടി വരും സെമി അരിഡ് റീജിയനിൽ. അത് നമ്മൾ കണ്ടതാണ്. സോ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി wrong. This is the third option is definitely wrong. Fourth option, practice of mulching is very important in permaculture farming, but not necessarily so in conventional chemical farming. Mulching എന്ന് പറഞ്ഞാൽ വൈക്കോലും അല്ലെങ്കിൽ ഉണങ്ങിയ ചെടിയുടെ അവശിഷ്ടങ്ങളും ഒക്കെ നമുക്കുണ്ട ക്രോപ്പിന്റെ ചുവട്ടിൽ കൂട്ടിയിട്ടിട്ട് നനവ്, മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താനുള്ള പരിപാടിയാണ്.
നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഈ തെങ്ങിനൊക്കെ തടം വെട്ടുമ്പോൾ അവിടെ തെങ്ങിനല്ല പ്ലാവിനും തെങ്ങിനൊക്കെ നമ്മളൊന്ന് അവിടെ വെട്ടിക്കളച്ചൊക്കെ ഇടുമ്പോൾ കണ്ടിട്ടുണ്ടാവല്ലോ, നമ്മളിതൊക്കെ കൂട്ടിയിടുന്നത് നനവ് നിർത്താൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഇസ് ആക്ച്വലി പോസിബിൾ. അത് നാച്ചുറൽ ഫാമിങ്ങിന്റെ ഭാഗമാണ് മൾച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു. നമുക്ക് തേർഡ് ഓപ്ഷൻ ഇല്ല. തേർഡ് ഓപ്ഷൻ ഇല്ലാത്തത് 2 and 3 പോയി, 1 and 3 പോയി. 1, 2 and 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, which is obviously correct. 1, 2 and 4. So next questionലേക്ക് പോവാം. Why is there a concern about copper smelting plants? കോപ്പർ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ കോപ്പറിന്റെ സ്മെൽറ്റിംഗ് പ്ലാന്റ്സിന്റെ കൺസേൺ എന്നാണ് ചോദ്യം. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ, they may release lethal quantities of carbon monoxide into the environment. Second option, the copper slag can cause the leaching of some heavy metals into the environment. 3, they may release sulfur dioxide as a pollutant. നമുക്ക് ഓപ്ഷനിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് അനലൈസ് ചെയ്യാവേ. ഫസ്റ്റ് നോക്കൂ, തേർഡ് വണ്ണിലേക്ക് അത് ബാക്കിൽ നിന്ന് പോവാം. They may release sulfur dioxide as a pollutant. May release. They may release. വേണമെങ്കിൽ റിലീസ് ചെയ്യാം. കോപ്പർ സ്മെൽറ്റിംഗിൽ റിലീസ് ചെയ്ത് കൂടായികയൊന്നുമില്ല. They can release. സൾഫർ ഡയോക്സൈഡ് നിങ്ങൾക്ക് അറിയാം. സൾഫർ ഡയോക്സൈഡ് ഒരു പൊള്യൂട്ടന്റ് ആണ്. അത് പ്രശ്നമാണ്, നമുക്ക് പൊള്യൂട്ടന്റ് തന്നിട്ടുണ്ട്. സോ ദേ മേ റിലീസ് എന്ന് പറയുന്ന ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഓപ്പൺ എൻഡഡ് ആണ്, തെറ്റ് പറയാനില്ല. സെക്കൻഡ് ഓപ്ഷൻ, ദി കോപ്പർ സ്ലാഗ് ക്യാൻ കോസ് ദി ലീച്ചിങ് ഓഫ് സം ഹെവി മെറ്റൽസ് ഇൻ ടു ദി എൻവയോൺമെന്റ്. ഹെവി മെറ്റൽസിനെ എൻവയോൺമെന്റിലേക്ക് ലീച്ചിങ്ങിന്, അതായത് ഇപ്പോൾ അവിടെ നിന്ന് ഗ്രൗണ്ടിന്റെ സോയിൽ ഹൊറൈസന്റെ പല പല തട്ടുകളിലേക്ക് ഇത് ലീച്ച് ചെയ്തു പോകുന്നതാണ് പറയുന്നത്. കോപ്പർ സ്ലാഗ് ക്യാൻ കോസ് ദി ലീച്ചിങ്. യെസ്, ക്യാൻ കോസ്. നോ എന്ന് പറയാനായിട്ടുള്ള കാര്യമില്ല. എന്തായാലും എന്ത് തരം ഇൻഡസ്ട്രി ആണെന്നെങ്കിലും അതിന്റെ പരിസരത്തൊക്കെ ലീച്ചിങ് മസ്റ്റാ, എന്തായാലും ഉണ്ടാവും. ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, ദേ മേ റിലീസ് ലീഥൽ ക്വാണ്ടിറ്റീസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഇൻ ദി എൻവയോൺമെന്റ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, വണ്ടിയുടെ പുകക്കുഴലിൽ നിന്നൊക്കെ വിടുന്ന സാധനമാണ്. ഒരു ബസ് പോയാൽ, KSRTCയുടെ തന്നെ ഒരു ബസ് പോയാൽ പോലും ഇഷ്ടംപോലെ ഡീസൽ എഞ്ചിൻസ് പോയി കഴിഞ്ഞാൽ അവിടെ കാർബൺ മോണോക്സൈഡ് റിലീസ് ഉണ്ട്. ദാറ്റ് യു നോ. ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് എഞ്ചിൻ അങ്ങനെ സംഭവിക്കുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് പോലെ, സൾഫർ ഡയോക്സൈഡ് പോലെ ഒക്കെയുള്ള സംഗതികൾ വെളിയിൽ ചാടുന്നത്, കോമ്പൗണ്ട്സ് വെളിയിൽ ചാടുന്നത്. ഇത് ലീഥനാകുമോ? ഇതാണ് എനിക്കുള്ള പ്രശ്നം. ലീഥനാകുമോ? ലീഥൽ എന്ന് വെച്ചാൽ എന്താ? ഡെഡ്ലി എന്നാ. ലീഥൽ പോയ്സൺ കേട്ടിട്ടില്ലേ? ഒരാളെ കൊല്ലാനായിട്ട് ലീഥലായിട്ടൊരു പോയ്സൺ കൊടുത്തു. ഇറ്റ് വാസ് എ ലീഥൽ അറ്റാക്ക്, ഒരു മരണകാരണമാകുന്ന ഒരു അറ്റാക്ക് എന്നൊക്കെ പറയുന്നത്. കാർബൺ ഡയോക്സൈഡിന്റെ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡിന്റെ ലീഥൽ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ ഡെഡ്ലി. കൺസെപ്റ്റ് കിട്ടിയല്ലോ. സോ അങ്ങനെ ദേ മേ റിലീസ് ലീഥൽ ക്വാണ്ടിറ്റീസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഇൻ ദി എൻവയോൺമെന്റ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സാധനം വച്ചേക്കോ? കോപ്പർ സ്മെൽറ്റിംഗ് പ്ലാന്റ് അങ്ങനെ വെക്കാൻ സമ്മതിക്കോ? ജനമല്ല. അങ്ങനെ ഒരു പോളിസി പോലും ഉണ്ടാവുമോ? ഉറപ്പായിട്ടുമില്ല. സോ ദാറ്റ് ക്യാൻ ബി ഈസിലി എലിമിനേറ്റഡ്. ലീഥൽ ക്വാണ്ടിറ്റീസ് ഒന്നും എന്തായാലും പറ്റില്ല. പൊല്യൂഷൻ ഉണ്ടാവും. നമ്മുടെ ബസ് പോയാൽ പോലും ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ് വെളിയിൽ വരുന്നുണ്ട്. പക്ഷെ ലീഥൽ അല്ല. ലീഥൽ ക്വാണ്ടിറ്റീസിൽ ഒന്നും തന്നെ വെളിയിലോട്ട് വിടാൻ സമ്മതിക്കില്ല. പോളിസി പോലും അങ്ങനെ ഉണ്ടാക്കില്ല. സോ ദാറ്റ് ഇസ് ഒബ്വിയസ്ലി റോങ്. അങ്ങനെയാണെങ്കിൽ 1 is wrong, 2 is correct and 3 is correct. So the answer should be 2 and 3, B. അപ്പോൾ ഇത്രയും 3 സിമ്പിൾ ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻസ് നമ്മളത് കണ്ടു. 4 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാത്തിൻ്റെ ലോജിക്ക് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ഏതറ്റം വരെ നമുക്ക് വൈൽഡായിട്ട് ചിന്തിക്കാം എന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഇനിയും നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ, ടേക്ക് കെയർ.